ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ കാലെടുത്ത് വയ്ക്കുന്ന ഒരു പുതിയ ഘട്ടമാണ് ഇത്. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് വ്യവസായങ്ങൾ ഉണ്ടാകാൻ, വാണിജ്യങ്ങൾ ഉണ്ടാകാൻ, ടൂറിസവുമായി ബന്ധപ്പെട്ട വികസനത്തിന് അങ്ങനെ ഒരുപാട് സാധ്യതകൾ തുറന്നിടുന്ന ഒരു ഘട്ടം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കൂടി അത് പുരോഗമിക്കുന്ന സമയത്തേക്ക് വരാനിരിക്കുക? ഇവിടുത്തെ യുവജനങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയും? മോത്തി, കേരളത്തെ സംബന്ധിച്ച് വർഷങ്ങളായുള്ള ഒരു പോരാട്ടം, ആഗ്രഹം, അതിന്റെ സ്വപ്ന സഫലീകരണമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത്, ഈ വിഴിഞ്ഞത്ത് ഈ നിമിഷം സംഭവിക്കാൻ പോകുന്നത്. എത്രയോ കാലം കേരളം ആഗ്രഹിച്ച ഒരു തുറമുഖം, അതിനിടയിൽ പല രീതിയിൽ അത് നമുക്ക് നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടായി, അതിന്റെ മെല്ലപ്പോക്കുണ്ടായി, ഇഴഞ്ഞുനീങ്ങലുണ്ടായി. അതിനെയൊക്കെ അതിജീവിച്ച് കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വരുന്നത്. മോദി സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിന്റെ എന്നല്ല, കേരളത്തിന്റെ ആകെ മുഖച്ഛായ തന്നെ മാറ്റാൻ ശേഷിയുള്ള ഒരു പദ്ധതിയാണ് എനിക്ക് പിന്നിൽ ഈ വിഴിഞ്ഞത്ത് ഇങ്ങനെ കാണുന്നത്. ആ വലിയ കൂറ്റൻ കപ്പൽ കിടക്കുന്ന ആ തുറമുഖം. കാരണം ഇനിയിപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് അടക്കം വരാൻ പോകുന്നു. മോദി സൂചിപ്പിച്ചതുപോലെ റോഡ് ഇനിയും കുറെ കൂടി റോഡ് വികസനമൊക്കെ ആവശ്യമാണ്. അപ്രോച്ച് റോഡ് വരാനുണ്ട്. അതിനൊപ്പം തന്നെ ദേശീയപാതയുടെ വികസനം കൂടി പൂർത്തിയാക്കുമ്പോൾ റോഡ് മാർഗമുള്ള കണ്ടെയ്നർ മൂവ്മെന്റ് കൂടി നടക്കും. അത് സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തികമായ നേട്ടം ചില്ലറയൊന്നുമല്ല. അപ്പോൾ വരും കാലത്തെ വലിയ വികസനമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട് കിടക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രി അല്പസമയത്തിനകം, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ സ്വപ്ന സാഫല്യത്തിന്. പ്രധാനമന്ത്രി ഇന്നലെയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്നിപ്പോൾ രാജ്ഭവനിലാണ് അദ്ദേഹം കഴിയുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തി. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സുസജ്ജമായി കഴിഞ്ഞു. നമുക്ക് ഈ വിഴിഞ്ഞത്തേക്ക് ഈ പൊതുചടങ്ങിലേക്ക് നിയന്ത്രിച്ചാണ് ആളെ കയറ്റുന്നത്. പൊതുജനങ്ങൾക്കെല്ലാം പ്രവേശനമുണ്ട്. അപ്പോൾ കൃത്യമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് പ്രവേശനം ഉണ്ടാവുക. വേദി മാനദണ്ഡങ്ങളുണ്ടോ അനന്തൻ? പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പോലീസ് നേരത്തെ തന്നെ നൽകിയ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. വാഹനങ്ങൾ എവിടെയൊക്കെ പാർക്ക് ചെയ്യണം എന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശമുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഈ ചടങ്ങിലേക്ക് എത്തുന്ന പൊതുജനങ്ങൾ കയ്യിൽ കുപ്പിയോ കുടയോ അതിനൊപ്പം തന്നെ പതാകയോ കരുതരുത് എന്നുള്ള നിർദ്ദേശമാണ്. സുരക്ഷാ കാരണങ്ങളാണ് അത്തരം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ പരിസരത്ത് ഏതാണ്ട് വിഴിഞ്ഞത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോണുകൾ പറത്തരുത്, ഇത് ഡ്രോൺ നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി 9:45 പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുക. 9:45 ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് നിമിഷങ്ങൾക്കകം തന്നെ വിഴിഞ്ഞത്തേക്ക് എത്താൻ കഴിയും. ചടങ്ങുകൾക്ക് ആരംഭമാകും. 11 മണിയോടെയാണ് വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന സുപ്രധാനമായ ചടങ്ങ് നടക്കുന്നത്. ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് വിഴിഞ്ഞത്തുകാരെല്ലാവരും. നേരത്തെ തന്നെ വിഴിഞ്ഞം നിവാസികൾ, അതല്ലെങ്കിൽ ഈ വിഴിഞ്ഞം ഈ ഭാഗത്തേക്കൊക്കെ വരുന്നവർ, ഈ വിഴിഞ്ഞത്തേക്ക് വരുന്ന കപ്പലുകളൊക്കെ നേരത്തെ തന്നെ കണ്ടതാണ്. അതിനൊപ്പം ഈ നേരത്തെ കപ്പലുകൾ വന്നു, ആ കൗതുക കാഴ്ചയൊക്കെ ആൾക്കാർ കണ്ടതാണ്. ഇനി കൂടുതൽ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക് വരാൻ ഇരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രാരംഭം നടപടി, അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്നത്. ഏതായാലും ഇനി അതിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. യാത്രാ കപ്പലുകൾ വരുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെ ആഡംബര ഹോട്ടലുകൾ വേണ്ടതായി വരും. ഭക്ഷണങ്ങൾ ലഭ്യമാക്കുന്ന റെസ്റ്റോറൻറ്റുകൾ അതിന് ചുറ്റുപാടും വേണ്ടതായി വരും. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, കരകൗശല വിൽപ്പന കേന്ദ്രങ്ങൾ, കരകൗശല നിർമ്മാണശാലകൾ തുടങ്ങി വിവിധ കാര്യങ്ങൾക്കൊരു സാധ്യത തുറന്നു വരികയാണ് അല്ലേ? ഉറപ്പാണ്. കാരണം ഒരു തുറമുഖം വന്നു കഴിഞ്ഞാൽ ഒരു നാടിനുണ്ടാകുന്ന മാറ്റം കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലാകും. മോദി സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഈ വിഴിഞ്ഞത്തിന്റെ അപ്പുറവും ഇപ്പുറവും വലിയ ടൂറിസം മേഖലകളാണ് കിടക്കുന്നത്. കോവളം അപ്പുറമുണ്ട്, ഇവിടെ ആഴിമലയുണ്ട്. അപ്പോൾ തൊട്ടടുത്താണ് കന്യാകുമാരി. ഈ ആഡംബര കപ്പലൊക്കെ വന്നു കഴിഞ്ഞാൽ വിദേശ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ കാണാനും ഒരുപാട് കാഴ്ചകളുണ്ട്. അവർക്ക് പുറത്തേക്ക് വന്നാൽ ഒരുപാട് തീരദേശ മേഖലകൾ, തുറമുഖത്തിന്റെ വരവോടെ നമ്മൾ കേരളത്തിന് മാത്രമല്ല തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിന് കൂടി അതിന്റെ പ്രയോജനം വൻതോതിൽ വരിക കൂടിയാണ്.